ഇത് ബാറ്റ്മി ആശ്രമത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതായത് അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കാട് സ്ഥലമാണ്. അപ്പോൾ വെച്ചാൽ ഫുള്ള് ഇരുടായി പോകും, നമുക്ക് ഒന്നും ചിത്രീകരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വേഗം പോയിട്ട് നമ്മൾ ഒന്ന് ചിത്രീകരിച്ചിട്ട് വരാൻ കരുതിയത്. അപ്പുറം നമ്മൾ വെളിച്ചുകൊണ്ട് പോലും, അപ്പുറം വെളിച്ചുള്ളതുകൊണ്ട് പ്രശ്നമില്ല.
ഈ ആശ്രമത്തിൽ വരാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. നിങ്ങൾക്കുണ്ടാവും, നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ വരുമ്പോൾ ഈ 3 സ്ഥലത്തും വരണം, കെട്ടണം. എന്നിട്ട് വന്നിട്ടേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. രുചി ഇത് കാണിച്ചു തരുന്നത് മറ്റാരും കാണിച്ചു തരുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പിന്നെ വഴി തെറ്റിപ്പോരും കേട്ടോ. അവിടുന്ന് സ്കാനറുണ്ട്. ആ സ്കാനർ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ അവിടുന്ന് എഴുതി വാങ്ങിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്തെന്താ, അത്രയേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് എല്ലാത്തിനും നമ്മളെ പറ്റിക്കൊന്നുമില്ല, ചില കാര്യങ്ങളിൽ മാത്രമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അത് ചിലപ്പോൾ അതിന് സ്കാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് മറ്റേ സാധനമല്ലേ, നമുക്ക് ഒരു പൈയോട് പറഞ്ഞ പോലെ അല്ലല്ലോ. ഇത്രയും അതിന് ചെയ്തു തരാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിനെ കുറച്ചും കൂടി കാലം കഴിയുമ്പം ഇതിനും നല്ല ടെക്നോളജി വളരാൻ പോകും. അപ്പോൾ നമുക്ക് പുതിയ പുതിയ സംഭവങ്ങൾ, ഡയറക്റ്റും എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം ഒരു 3D ഇതിൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ വീട്ടിനടുക്കും, വീടിൻ്റെ സ്ഥലമെല്ലാം നമുക്ക് കാണാൻ പറ്റില്ലേ. അത് ഇനി വീഡിയോ ആയിട്ട് വരും. അപ്പം നമുക്ക് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ സ്ഥലങ്ങൾ, നമ്മുടെ വീടുകൾ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ? അത് വരാൻ കഴിവില്ലായിട്ടോ അല്ല ഇന്ത്യക്കാൻ കഴിവുള്ള ശരിക്കും കഴിവില്ലായിട്ടൊന്നും അല്ല. അപ്പം അത് ദുരുപപ്പെടുത്തി കളിയും. അതുകൊണ്ടാണ് അത് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് കൊട്ടേഷൻ കൊടുക്കുക. പിന്നെ അങ്ങനെ ഓടി വേഷം കൊടുത്ത് എല്ലാം ഇതിൽ കാണിച്ചു തരും നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ്, മനസ്സിലായോ? വെള്ളമൊക്കെ പറഞ്ഞത് യു ടാങ്ക് പഴം ടാങ്ക് എന്നൊക്കെ പറഞ്ഞു നോക്കാൻ പറ്റും. ഈ സ്ഥലത്തിൽ വരും, കവല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് യു ടാങ്ക് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നല്ല ശ്രദ്ധിച്ച ഒരു കുരിശുപള്ളിയുണ്ട്, അതിൻ്റെ സൈഡിലേക്ക് കൂടെയാണ് പോകേണ്ടത്. പക്ഷെ എനിക്കൊരു അതിശയം എന്താ വെച്ച് കഴിഞ്ഞാൽ, സീതാദേവീൻ്റെ ക്ഷേത്രത്തിൻ്റെ ആ അത് സ്കെച്ച് ആടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. നമ്മളെ സാധാരണ റോട്ടുമല്ല അടിയിട്ടെല്ലാം വെക്കൂലേ നമ്മളെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെല്ലാം. അതുപോലെ വാൽമീകി ക്ഷേത്രത്തിൻ്റെയും അങ്ങനെ ഒരു സ്കെച്ച് ഇവിടെ കാണുന്നില്ല. ഇനി മറ്റൊന്നും നാമത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടില്ല, എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, ഞാൻ എൻ്റെ ശ്രദ്ധയപ്പെടാതുകൊണ്ടായിരിക്കാം.